ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഉള്ളിൽ നിറയ്ക്കുന്ന ഫില്ലിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 2 വലിയ ബ്രസ്റ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, ചിക്കൻ ബ്രസ്റ്റ്. അത് കട്ട് ചെയ്തിട്ട് ചെറിയ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് പെരിഞ്ചീരകം. ഓക്കെ, ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കേടും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുക. നല്ലോണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം, നല്ല മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ സോട്ട് ചെയ്തിട്ട് എടുക്കാം. ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ അത് കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. 2 ചെറിയ സൈസാണ് കേട്ടോ, വലുതാണെങ്കിൽ 1 മതിയാവും. അങ്ങനെ ഒണിയൻ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഒരു മണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒണിയനൊക്കെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് ചുരുങ്ങി വരുന്ന രീതിയിൽ വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഞാനിവിടെ എയർ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സാധാ കുറച്ച് ഓയിലിൽ തന്നെ സോട്ട് ചെയ്തെടുത്താൽ മതി. വേഗം തന്നെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എയർ ഫ്രൈ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്തിട്ടാണ് അതിൻ്റെ മേലാണ് എല്ലാം ഇടാൻ കേട്ടോ. കാരണം ഇത് വൃത്തിയാക്കാൻ വലിയ പണിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഈസി ആണല്ലോ. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ എയർ ഫ്രൈ എപ്പോഴും ചെയ്യാറ് ചിക്കനൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതങ്ങനെ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ അത് ഫ്ലിപ്പ് ചെയ്യേണ്ട ടൈം വരെ പീപ്സ് അവിടെ വരുമ്പോൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അതൊന്ന് കുക്കായി കിട്ടട്ടെ. ഇനി ഇത് നമ്മുടെ ഒണിയൻ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, നല്ലോണം ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, ഇതെല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മസാല ഒന്ന് കുക്കായിട്ട് അതേപോലെ നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കുക. ഇനി 2-3 മിനിറ്റ് വരെ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് കുക്കായി വരട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്ഡ് ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സോട്ട് ചെയ്യുക. ഒരു 30 സെക്കൻഡ് സോട്ട് ചെയ്താൽ മതി. സോട്ട് ചെയ്ത് വരുന്ന സമയത്ത് എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. കാരണം ഞാൻ ആദ്യം ഇതിലേക്ക് പാലൊഴിച്ചു. അപ്പം നിങ്ങളിത് പ്രവർത്തിക്കരുത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക ലോ ഫ്ലെയിമിൽ. സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യം പാലാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല, ഞാൻ എന്തോ ആലോചിച്ച് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്യുക. അപ്പോൾ ചെയ്തത് ചെയ്തു. ഇനി അപ്പോൾ അതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല ഫുഡൊന്നും. അപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊരു കട്ടകളൊക്കെ നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സോഫ്റ്റായി വരും, അത് നല്ല സ്മൂത്ത് ടെക്സ്ചറായിട്ട് കിട്ടും. അതുവരെ ഒന്ന് സോഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അടിക്ക് പിടിക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇറ്റാലിയൻ ഹെർബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരിഗാനോ, പാസ്ലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അതും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചീസാണ്. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാം. ഞാനിവിടെ സ്ലൈസ് ആയിട്ടുള്ള 2 ചീസ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മൊസറല്ല, ഷ്രെഡഡ് മൊസറല്ല, അങ്ങനെ എന്താ ചീസ് ഉള്ളത് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ചീസ് വേണം നിർബന്ധമില്ല. ഇപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കുക്കായി വന്ന് നല്ല സ്മൂത്തായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഹെർബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് മിക്സഡ് ഹെർബ്സ് ആണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ചെയ്യേണ്ട. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം, അത്രമാത്രം മതിയാവും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് ഹെർബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചിക്കനെ നോക്കാം. ചിക്കൻ ഒരു പകുതി സമയമായ സമയത്ത് ഇതൊരു ബീപ്പ് സൗണ്ട് വന്നു. അപ്പം നമ്മൾ ചിക്കൻ ഒരു സൈഡ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എപ്പോഴും ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫ്രയറിലാണെങ്കിലും അവനിലാണെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് 180യിലാണ് വെക്കാറ്. അങ്ങനെ നമ്മൾ ചിക്കൻ 2 സൈഡും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒണിയനും നല്ലോണം കുക്കായിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിലേക്ക് 4 തണ്ട് കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ആ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ വൈറ്റ് സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക.
ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേ റെസിപ്പി തന്നെ ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ സാൻഡ്വിച്ച് കാണാത്തവർ കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഐക്കാർഡിലും കൊടുത്തു വിടാം കേട്ടോ. അപ്പം അതേപോലെ നിങ്ങൾ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബാക്ക് ടു റെസിപ്പി. ഇനി ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് റെഡിയായി. ഇത് ഏതൊരു വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെ ആക്കാം. പിന്നെ നമുക്ക് ഇതേ റെസിപ്പി തന്നെ നമുക്ക് ഷവർമ ഉണ്ടാക്കുന്ന പോലെ ആക്കാം. പിന്നെ ചപ്പാത്തിക്ക് റോൾ ചെയ്താക്കാം. അങ്ങനെ ഏതിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ബർഗറിലാക്കാം. അങ്ങനെ എല്ലാത്തിനും കൂടെ പോകുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ച് ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള മോട്ടിവേഷൻ. അപ്പം കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഉണ്ടാക്കി നോക്കിയാൽ കമൻറ്റ് ബോക്സ് അറിയിക്കുക കേട്ടോ. ഇനി അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നൗ കുക്ക് വിത്ത് ലവ്. ബൈ.